السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح من تزكى وذكر اسم ربه فصلى. صدق الله المولانا العلي العظيم. قد أفلح തീർച്ചയായും വിജയിച്ചിരിക്കുന്നു മൻ തസക്ക ഫിത്ർ സക്കാത്ത് കൊടുത്തവൻ. എന്നിട്ടോ വദക്കറ സ്മ റബ്ബിഹി, എന്നിട്ട് അവൻ അവൻ്റെ റബ്ബിന് തക്ബീർ ചൊല്ലി അവൻ്റെ റബ്ബിൻ്റെ നാമം ഉച്ചരിച്ചു, അഥവാ തക്ബീർ ചൊല്ലിയതിന് ശേഷം ഫസല്ല, അവൻ പെരുന്നാൾ നിസ്കരിക്കുകയും ചെയ്തു. അപ്പോൾ ആദ്യം പെരുന്നാൾ ദിവസം ചെയ്യേണ്ട കർത്തവ്യം ഏറ്റവും പ്രധാനപ്പെട്ടത് ഫിത്ർ സക്കാത്താണ്. പിന്നെയുള്ളത് തക്ബീർ ചൊല്ലലാണ്. അത് കഴിഞ്ഞ് നിസ്കാരമാണ്. അപ്പോൾ ഫിത്ർ സക്കാത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഹിജ്റ 2-ാം വർഷം നോമ്പ് നിർബന്ധമായ അതേ വർഷം തന്നെയാണ് ഫിത്ർ സക്കാത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയത്. എന്താണ് ഈ ഫിത്ർ സക്കാത്തിൻ്റെ ഫായിദ, അതുകൊണ്ടുള്ള ഉപകാരം? നോമ്പിൻ്റെ അപാകതകൾ, നമ്മുടെ നോമ്പിന് പല അപാകതകളും സംഭവിച്ചിട്ടുണ്ട്. ഈ അപാകതകൾ പരിഹരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയതാണ്. നിസ്കാരത്തിൻ്റെ അപാകത പരിഹരിക്കുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് സഹ്വിൻ്റെ സുജൂദ് പോലെ. ഈ സഹ്വിൻ്റെ സുജൂദ് കൊണ്ട് നിസ്കാരത്തിൻ്റെ വന്നുപോയ അപാകതകൾ പരിഹരിച്ച് നമുക്കത് സ്വീകാര്യയോഗ്യമാക്കാൻ പറ്റും. ഇതേപോലെ നോമ്പിന് സംഭവിച്ച അപാകതകൾ നമുക്ക് പരിഹരിക്കാൻ ആവശ്യമായ ഒരു ഇബാദത്താണ് ഫിത്ർ സക്കാത്ത്. നോമ്പ് ആകാശ ഭൂമികളിൽ അതിൻ്റെ ഇടയ്ക്ക് തങ്ങി നിൽക്കുന്ന ഒരു ഇബാദത്താണ്. അതിനെ റിലീസ് ചെയ്ത് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് അതിൻ്റെ പ്രതിഫലം എത്തിക്കുന്നത്, അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ആ ഇബാദത്ത് കൊണ്ടെത്തുന്നത് അത് ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോഴാണ്. അതിൻ്റെ മറ്റൊരു പ്രത്യേകത, കൊടുക്കുന്നവൻ തന്നെ പലപ്പോഴും വാങ്ങാനും അർഹത ഉണ്ടാകും എന്നുള്ളതാണ്. ഇത് മറ്റ് കച്ചവടത്തിൻ്റെയോ അല്ലെങ്കിൽ സമ്പത്തിൻ്റെയോ സ്വർണത്തിൻ്റെയോ വെള്ളിയുടെയോ സക്കാത്ത് പോലെയല്ല. വാങ്ങുന്നവനും കൊടുക്കുന്നവനും ഒരാൾ തന്നെ ആയിരിക്കും. അങ്ങോട്ട് കൊടുക്കാനും അവന് കടമപ്പെട്ടവൻ, വാങ്ങാനും കടമപ്പെട്ടവനായിരിക്കും. എങ്ങനെയാണ്, ആരാണ് കൊടുക്കേണ്ടത്, ആർക്കാണിത് നിർബന്ധം? തനിക്കും തൻ്റെ ആശ്രിതർക്കും, അതിൽ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗവും പെടും. പെരുന്നാൾ രാവിലും പകലിലും ആവശ്യമായ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവയ്ക്ക് ആവശ്യമായ സമ്പത്ത് കഴിച്ച് അതിൽ ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ അതിൽ നിന്നെടുത്ത് ആണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. അഥവാ ഇന്നിപ്പോൾ നോമ്പ് തീർന്നുകൊണ്ട് പിറ കണ്ടു എന്നിരിക്കട്ടെ. ഈ പിറ കണ്ടതു മുതൽ പിന്നെ അടുത്ത ദിവസം പെരുന്നാളിൻ്റെ ആ ദിവസമാണ്. അപ്പോൾ ഈ പെരുന്നാളിൻ്റെ ദിവസം ആ പകലിലും അതിൻ്റെ രാവിലും നമുക്ക് ആവശ്യമായ ഭക്ഷണം, നമ്മുടെ വീട്ടിലെ മക്കൾക്ക്, നമ്മളുടെ ആശ്രിതർ ആരൊക്കെയുണ്ടോ, നമ്മുടെ മക്കൾ ആശ്രിതരാണ്. പ്രായം ചെന്ന വാപ്പയും ഉമ്മയും മക്കളുടെ ആശ്രിതരാണ്. അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ, അവരും നമ്മളുടെ ആശ്രിതരാണ്. അപ്പോൾ അവർക്ക് ആവശ്യമായ ഈ രാവിലും പകലിലും ആവശ്യമായ ഭക്ഷണം, അതുപോലെ തന്നെ വസ്ത്രം, അതേപോലെ പാർപ്പിടം, ഇത് കഴിച്ച് അവൻ്റെ കയ്യിൽ സമ്പത്ത് വല്ലതും ഉണ്ടെങ്കിൽ അതിൽ നിന്നെടുത്ത് എന്ത് ചെയ്യണം? ഫിത്ർ സക്കാത്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ളവരാണ് അധികം ആളുകളും. അതുകൊണ്ട് എല്ലാവരും ഇത് കൊടുക്കാനും, എന്നാൽ ചില ആളുകൾ തിരിച്ചു വാങ്ങാനും അർഹതയുള്ളവരാണ്. എപ്പോഴാണ് അതിൻ്റെ സമയം ആരംഭിക്കുന്നത്? പെരുന്നാൾ രാവിൻ്റെ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ, അസ്തമിക്കുന്ന സമയം അഥവാ റമദാൻ മാസത്തിൻ്റെ അവസാനവും ശവ്വാൽ മാസത്തിൻ്റെ തുടക്കവും അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ പിറ്റേന്ന് പെരുന്നാൾ ദിവസം സൂര്യൻ അസ്തമിക്കുന്നത് വരെയാണ് ഈ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നതിൻ്റെ സമയം. ആ ഇടയ്ക്ക് മരിക്കുന്ന വ്യക്തി, അതേപോലെ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന ഭാര്യ, ഇനി ആ സമയത്ത് ഉള്ള തലാഖ് ചൊല്ലിയ ഭാര്യ, അങ്ങനെയുള്ളവർക്കെല്ലാം ഈ ആശ്രിതരായ ആ കുടുംബനാഥൻ അവർക്കെല്ലാം വേണ്ടി കൊടുക്കൽ നിർബന്ധമാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പെരുന്നാൾ നിസ്കാരത്തിന് പുറപ്പെടും മുമ്പ് കൊടുത്തിരിക്കണം. പെരുന്നാൾ നിസ്കാരത്തിന് അതാണ് നമ്മുടെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. എന്ത്? ഖദ് അഫ്ലഹ മൻ തസക്കാ, ഫിത്ർ സക്കാത്ത് കൊടുത്തിരിക്കുന്നു. വദക്കറ സ്മ റബ്ബിഹി, എന്നിട്ടോ അള്ളാഹുവിൻ്റെ തക്ബീർ ചൊല്ലി ഫസല്ല, എന്നിട്ട് അവൻ നിസ്കരിച്ചു. അപ്പം നിസ്കാരത്തിന് പുറപ്പെടുന്നതിന് മുമ്പേ ഫിത്ർ സക്കാത്ത് അതിൻ്റെ അർഹതയുള്ളവരിലേക്ക് എത്തിക്കണം. അത് നിസ്കാരത്തിന് പിന്തിക്കൽ കറാഹത്താണ്, നിസ്കാര ശേഷം കൊടുക്കൽ കറാഹത്താണ്. ഇനി ഏതെങ്കിലും അടുത്ത ബന്ധുക്കളോ അല്ലെങ്കിൽ അയൽക്കാരനോ അവൻ ആ സമയത്തില്ല, അവൻ വരും,
അവൻ വരാമെന്ന് വിളിച്ച് പറഞ്ഞിട്ടാണ്, വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരെ പ്രതീക്ഷിച്ചുകൊണ്ട് വെക്കുന്നത് കൊണ്ട് വിരോധമില്ല. ഏതായിരുന്നാലും പെരുന്നാൾ ദിവസം സൂര്യാസ്തമയം കഴിഞ്ഞു കൊടുക്കൽ ഹറാമുമാണ്. അപ്പോൾ അത് ആ രാവിലെ തന്നെ, ആ പെരുന്നാൾ ദിവസം ദാരിദ്ര്യത്തിലായ ഒരാളും നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഹിക്മത്ത്. എന്താണ് കൊടുക്കേണ്ടത്? നമ്മുടെ ഈ സ്ക്രീനിൽ നമ്മൾ കാണുന്ന അരിയാഹാരം, നമ്മുടെ നാട്ടിലൊക്കെയുള്ള സ്ഥിരമായി നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ധാന്യം, അത് ഇവിടെ അരിയാണെങ്കിൽ അരി നമ്മൾ കൊടുത്തിരിക്കണം. നമ്മൾ കഴിക്കുന്നത് മുന്തിയ ഇനം അരിയാണെങ്കിൽ ആ കഴിക്കുന്നത് ഏതാണോ അത് കൊടുക്കണം. നമ്മൾ കൊടുക്കാതെ നമ്മളെ വീട്ടിലേക്ക് വാങ്ങുന്നതൊന്ന് പിന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ റേഷൻ കടയിൽ പോയി വാങ്ങിക്കുന്നത് അത് ശരിയാവുകയില്ല. നമ്മൾ വാങ്ങുന്ന, അപ്പോൾ 60 രൂപയുടെ അരിയാണെങ്കിൽ 60 രൂപയുടെ അരിയോ അതിന് മേലോട്ടുള്ള നല്ല വില കൂടിയ നല്ല ക്വാളിറ്റിയുള്ള അരിയോ കൊടുക്കണം. അല്ലാതെ നമ്മൾ കഴിക്കുന്നതിൻ്റെ ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞത്, ചില ആളുകൾ പ്രൈവറ്റ് കടയിൽ പോയി നല്ല ക്വാളിറ്റി ഉള്ളത് വാങ്ങിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവുകയും എന്നാൽ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി റേഷൻ കടയിൽ നിന്നോ അല്ലെങ്കിൽ ആ മറ്റു കടയിൽ നിന്ന് വില കുറഞ്ഞ അരിയോ വാങ്ങുന്ന ഒരു സ്വഭാവം കണ്ടുവരാറുണ്ട്. അത് പാടില്ല. നമ്മൾ കൊടുക്കുന്ന, നാം കഴിക്കുന്നത് തന്നെ കൊടുക്കണം. ഷാഫി മദ്ഹബ് അനുസരിച്ച് അതിൻ്റെ വില കൊടുത്താൽ ശരിയാവുകയില്ല. എത്രയാണ് കൊടുക്കേണ്ടത്? ഒരു സ്വാ അഥവാ 4 മുദ്ദാണ് കൊടുക്കേണ്ടത്. വലിയ നീളമോ വലിയ കുറുകലോ ഇല്ലാത്ത ഒത്ത മനുഷ്യൻ്റെ 2 കൈകൾ ചേർത്ത് വെച്ച് കോരുന്ന ഒരു കോരനാണ് ഒരു മുദ്ദ് എന്ന് പറയുന്നത്. അങ്ങനെ 4 വട്ടം നമ്മൾ 4 മുദ്ദെടുത്തിട്ടാൽ ഒരു സ്വാ ആയി. അങ്ങനത്തുള്ള ഒരു സ്വാ ആണ് കൊടുക്കേണ്ടത്. അതിൻ്റെ ലിറ്റർ കണക്കാണെങ്കിൽ 3 ലിറ്ററും 200 മില്ലി ലിറ്ററുമാണ്. ഏകദേശം നമ്മുടെ നാട്ടിൽ അങ്ങനെ അളന്നു നോക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായും 2,500, 2.5 കിലോ അല്ലെങ്കിൽ 2,800 നമ്മൾ പൂർണ്ണമായും കുറച്ചും കൂടെ അധികം വിട്ട് അതങ്ങ് പൂർത്തിയാക്കുകയാണ്, മനസ്സിന് റാഹത്ത് കിട്ടാൻ വേണ്ടി. ഒരു 3 കിലോ നമ്മൾ കൊടുക്കുകയാണ്. ഏകദേശം 2.5 കിലോ ആണ്, 2,600 ഒക്കെയാണ് നമ്മുടെ നാടുകളിൽ കൊടുക്കുന്നത്. ഒരു 100-200 ഗ്രാം അധികം ഇട്ടത് കൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ അരി വാങ്ങിച്ചു. എൻ്റെ വീട്ടിൽ ഇപ്പോൾ 3 പേരുണ്ട്. ആ 3 പേർക്കുള്ള അരി ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇതെൻ്റെ പേരിൽ, എൻ്റെ ശരീരത്തിൻ്റെ പേരിൽ ഞാൻ കൊടുക്കുന്ന അരിയാണ്. ഇത് എൻ്റെ ഭാര്യയുടെ പേരിൽ കൊടുക്കുന്ന അരിയാണ്. ഇതെൻ്റെ മകൻ്റെ പേരിൽ കൊടുക്കുന്ന അരിയാണ്. ഇപ്പോൾ ഈ അരി, ഇതിൽ നിന്നും ചുരുങ്ങിയത് നമ്മൾ ഇവിടുത്തെ ഇപ്പം നമുക്ക് കിട്ടാനുള്ള അവകാശികൾ ഇപ്പോൾ ഖുർആനിൽ പറഞ്ഞ എല്ലാ അവകാശികളും ഇന്ന് നിലവിലില്ല. അതിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ എത്തിക്കപ്പെട്ട അവകാശികൾ ഫക്കീർ, മിസ്കീന്, കടം കൊണ്ട് വലഞ്ഞവൻ, പിന്നെ പൊതുവിശ്വാസിയാണ്. പലപ്പോഴും പൊതുവിശ്വാസിയെ നമുക്ക് കിട്ടാറില്ല. അപ്പോൾ നമുക്ക് ചുരുക്കത്തിൽ ഈ 3 പേരെ എടുക്കാം. അതിലൊന്ന് ദരിദ്രൻ, മറ്റൊന്ന് അഗതി, മറ്റൊന്ന് കടം കൊണ്ട് വലഞ്ഞവൻ. അപ്പോൾ ഇതിൽ നിന്ന് ഈ അഗതിക്കും എത്തണം, ദരിദ്രനും എത്തണം, അതുപോലെ തന്നെ കടം കൊണ്ട് വലഞ്ഞവനും എത്തണം. അത് തന്നെ ഒരു 3 അഗതിക്കെത്തണം, ഒരു 3 ദരിദ്രനെത്തണം, ഒരു 3 ഓളം അല്ലെങ്കിൽ ഒരു 4 ഓളം കടം കൊണ്ട് വലഞ്ഞവനും എത്തണം. ആ നിലക്ക് നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണ് നമ്മളിത് പിന്നെ അത് മിക്സ് ചെയ്യുന്നത് എന്ന് നമ്മൾ സ്ക്രീനിൽ കാണിക്കാൻ പോവുകയാണ്. നമ്മൾ എല്ലാം ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ട്, ഈ അരിയെല്ലാം എടുത്ത് വെച്ചിട്ട് ഒന്നായിട്ട് ഒരു പ്ലേറ്റിലേക്ക് തട്ടുക. ഉദാഹരണത്തിന് ഇതിൻ്റെ അരി, ഇതിൻ്റെ കവർ അഴിക്കുക. എന്നിട്ട് അത് ഇപ്പോൾ നമ്മളിവിടെ സ്ക്രീനിൽ കാണുന്നത് പോലെ ഇതിനകത്തിട്ട് നമ്മൾ തട്ടാൻ പോവുകയാണ്. കാരണം എൻ്റെ ഈ ഒരു പൊതിയിൽ നിന്നുള്ളത് ആർക്കെത്തണം? ദരിദ്രനും എത്തണം, അതുപോലെ തന്നെ അഗതിക്കും എത്തണം, അതേപോലെ കടം കൊണ്ട് വലഞ്ഞനും എത്തണം. ഓക്കെ, നമ്മളിങ്ങനെ ഇട്ടു. ഇത് എൻ്റെ ഭാര്യയുടെ പേരിലുള്ള, വീട്ടിലെ ഭാര്യയുടെ പേരിലുള്ള അരിയാണ്. അപ്പോൾ അത് നമ്മൾ എടുത്ത് എന്ത് ചെയ്തു, അതെൻ്റെ കുടുക്കഴിച്ചിട്ട് നമ്മൾ അത് ഒന്നിച്ചിടുകയാണ്. ഒന്നിച്ചിടുമ്പോൾ തന്നെ എന്താവും, അത് മിക്സിങ് ആവും. അപ്പോൾ ആ നിലയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ കുടുക്കഴിച്ചിട്ട് കെട്ടിയിട്ട് അത് വീണ്ടും എന്ത് ചെയ്യുക, ഇങ്ങോട്ടിടുക. ഇത് മകൻ്റെ പേരിലുള്ള അരിയാണ്. അപ്പോൾ എൻ്റെ വീട്ടിലെ 3 അംഗങ്ങൾ, ഉദാഹരണം പറയുകയാണ്. അപ്പോൾ ഈ 3 അംഗങ്ങളാണ് 3 അംഗങ്ങൾ, അല്ലെങ്കിൽ 4 അംഗങ്ങളാണ് 4 അംഗങ്ങൾ. ചില വീട്ടിൽ 10 പേരുണ്ടാവും. അങ്ങനെ ഓരോരുത്തർക്കും നിജപ്പെടുത്തിയ അരി കൊണ്ടുവന്നിട്ട് ഒന്നിച്ച് ഒരു മുറത്തിലോ അല്ലെങ്കിൽ ഒരു ചാക്ക് വിരിച്ചിട്ടോ അല്ലെങ്കിൽ പായ് വിരിച്ചിട്ടോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വിരിച്ചിട്ടോ ഇങ്ങനെ തട്ടുക. എന്ന് തട്ടിയതിന് ശേഷം ഒന്നിച്ചാക്കുക. അല്ലെങ്കിൽ ഇടുമ്പോൾ തന്നെ അങ്ങ് മിക്സ് ആവുകയാണ്, പിന്നിട്ട് കുഴക്കണമെന്നില്ല. എന്നാലും ഒന്ന് ഇളക്കുന്നത് നല്ലതായിരിക്കും.
അപ്പോൾ ഒരു വീട്ടിൽ 3 അംഗങ്ങളുണ്ടെങ്കിൽ ആ 3 അംഗങ്ങളുടെ അരി നമ്മളിലുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഫക്കീറിന് കൊടുക്കാനുള്ള ഒരു കവർ, മിസ്കീന് കൊടുക്കാനുള്ള ഒരു കവർ, അതുപോലെ തന്നെ കടം കൊണ്ട് വലഞ്ഞവന് കൊടുക്കാനുള്ള ഒരു കവർ. അങ്ങനെ കൊടുക്കുമ്പം അത് നമ്മൾ എന്ത് ചെയ്യും? ഒരേ അളവായിരിക്കണം. ഇപ്പോൾ നമ്മളൊരു പാത്രം എടുത്തിട്ട് ഒരു കപ്പ് എടുത്തിട്ട് എന്ത് ചെയ്യണം? ആ കപ്പിൽ നമ്മൾ അളന്നിടാൻ പോവാണ്. ആ കപ്പ് എന്ത് ചെയ്യും? അപ്പോൾ ഒരു കപ്പ് എടുത്തിട്ട് മിസ്കീനുള്ളത് 2 ഇടാം, മിസ്കീനുള്ളത് 2 ഇട്ടു. ഇനിയോ ഫക്കീറിനുള്ളത് ഇടാൻ. നീ കടം കൊണ്ട് വലഞ്ഞവന് നമ്മളിടുകയാണ്. എന്നിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക? ഇപ്പോൾ ഇത് മാത്രമായിട്ട് കൊണ്ടുപോയി ഒരു ഫക്കീറിന് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നിറയ്ക്കുക വീണ്ടും. ഇപ്പോൾ 2 എണ്ണമല്ലേ ഇട്ടത്, ഒരു 5 എണ്ണം വെച്ചിടാം. 2, 3, 4, 5. അതേപോലെ നേരത്തെ നമ്മൾ 2 എണ്ണം ഇട്ടു മിസ്കീൻ ഫക്കീറിൻ്റെത്. 1, 2, 3. അപ്പോൾ 5 എണ്ണമായി. നീ കടം കൊണ്ട് വലഞ്ഞവൻ്റെ നേരത്തെ 2 എണ്ണം ഇട്ട് നമ്മൾ 1 ഇടാം. ഇപ്പോൾ ഈ 3 അംഗങ്ങളുടെയും എല്ലാവർക്കും എത്താൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇപ്പോൾ ഇതും നമുക്കൊരു വീട്ടിൽ കൊണ്ടു കൊടുക്കാൻ പറ്റുന്ന ഒരു അളവായിട്ടില്ല. അപ്പോൾ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? ഇതിലേക്ക് കുറച്ചും കൂടെ വേണേൽ ആഡ് ചെയ്യാം. അപ്പോൾ 5 എണ്ണം ഇട്ടില്ല, 5, 6ാമത്തെ ഇടുകയാണ്. ഇങ്ങനെ നമ്മൾ ഓഹരിക്കുന്നത് കൃത്യമായിട്ട് ഓഹരിക്കണം. 6, 7, 8. 8 അവിടെ നിൽക്കട്ടെ. ഇതിൽ 3 എണ്ണം വെച്ചില്ല, അതിലിടാം. 5, 6, 7, 8. ആറ്, 7, 8. അപ്പോൾ എല്ലാം ഒന്നുകൊണ്ട് കൂട്ടി വെച്ചിട്ട് അപ്പോൾ നമ്മൾ 8 ഗ്ലാസ് നമ്മൾ നാഴിയാണെങ്കിൽ നാഴി, കപ്പാണെങ്കിൽ കപ്പ്, ഫക്കീറിനും മിസ്കീനും കടക്കാരനുമായിട്ട് നമ്മളൊരു 8 നാഴി വെച്ച് കൃത്യമായി അളന്ന് കവറിനകത്ത് മാറ്റി. ഇനിയും അരി ബാക്കിയുണ്ട്. അപ്പം നമുക്ക് ഇത് തുല്യമായി അളക്കണം. അതുകൊണ്ട് നമ്മൾ നോക്കി ചെയ്യുന്നത്. ഇപ്പോൾ 8 അല്ലേ, 2 എണ്ണം വെച്ചിടാം. അപ്പം 9, 10. അപ്പോൾ ഇത് ഫക്കീറിൻ്റെതായി. അപ്പോൾ എൻ്റെ വീട്ടിലെ എൻ്റെയും ഭാര്യയുടെയും മകൻ്റെയും അരി അത് ഫക്കീറിനും മിസ്കീനും അതുപോലെ കടം കൊണ്ട് വലഞ്ഞവനും എത്താൻ വേണ്ടിയാണ് നമ്മൾ ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും വേർതിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ 10 ആയിട്ടുണ്ട്. ബാക്കി 2 കവറിലും 8 എണ്ണം വെച്ചേ ആയിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും 8, 9. ഇത് 10. അപ്പം ഫക്കീർ മിസ്കീന് 10 എണ്ണം വെച്ചാൽ ഇനി കടം കൊണ്ട് വലഞ്ഞവന് 8 ആയിട്ടുള്ളൂ. ഇനി അധികം ഉണ്ടായിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു? 9.
ഇനിയും കുറച്ച് കിടപ്പുണ്ട്, അതും നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായി വീതിക്കണം. അതിന് ആ ചതുരിപ്പ അരികളെല്ലാം അടുപ്പിക്കുക. ഓരോന്നും കൂടെ ഇടാൻ കാണുമെന്ന് അറിയില്ല, എന്നാലും നമുക്ക് നോക്കാം. ഓരോന്നും കൂടെ ഇടാൻ കാണത്തില്ല, ഇപ്പോൾ പകുതി വെച്ചിടാം. ഇതിൽ തുല്യമായി വീതിക്കണം, അതാണ് നമ്മൾ ഇത്ര കൃത്യമായി അത് വീതിക്കുന്നത്. പകുതി വെച്ച് മൂന്നെണ്ണത്തിന് വീണ്ടും ഇടുകയാണ്. അപ്പം കറക്റ്റായി. അപ്പം 10.5 കപ്പ് ഓരോത്തിലും ആയിട്ടുണ്ട്. അപ്പോൾ ഫക്കീറിന് കൊടുക്കാനുള്ള കിറ്റായി, മിസ്കീന് കൊടുക്കാനുള്ള കിറ്റായി, അതുപോലെ തന്നെ കടം കൊണ്ട് വലഞ്ഞതിന് കിറ്റായി. അതിൽ ആരതൊക്കെയുണ്ട്? ഭാര്യയുടെ ഉണ്ട്, ഭർത്താവിൻ്റെ ഉണ്ട്, മകൻ്റെ ഉണ്ട്. ഭാര്യയുടെ ഉണ്ട്, ഭർത്താവിൻ്റെ ഉണ്ട്, മകൻ്റെ ഉണ്ട്. ഇതിലും ഭാര്യയുടെ ഉണ്ട്, ഭർത്താവിൻ്റെ ഉണ്ട്, മകൻ്റെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതങ്ങനെ കൃത്യമായിട്ട് വീതിക്കുകയാണ്. ഒരു അരക്കപ്പും കൂടെ ഇവിടെ കടം കൊണ്ട് വലഞ്ഞവന് ഇതിനകത്ത് ഇടാനുണ്ട്, അത് നമ്മൾ ഇടുകയാണ്. ഇങ്ങനെ നമ്മൾ ചുരുങ്ങിയത് എല്ലാ അവകാശികൾക്കും ഒരു 4 പേർക്കെങ്കിലും എത്തിക്കണം എന്നാലേ അത് പൂർണ്ണമാവുകയുള്ളൂ. നമ്മളൊരു കിറ്റ് വാങ്ങിച്ച് ഏതെങ്കിലും ഒരാൾക്കും കൊടുത്താൽ അത് പൂർണ്ണമാവുകയില്ല. ഇനി നമുക്കിത് എന്ത് ചെയ്യാം? ഇത് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള അളവിൽ 2 ആക്കാം. അപ്പോൾ 2 കടം കൊണ്ട് വലഞ്ഞവന് 2 എണ്ണം. ഇത് നമുക്ക് വേണമെങ്കിൽ 2 ആക്കാം. ഏത്? മിസ്കീൻ 2 ആക്കാം, അല്ലെങ്കിൽ 1 ആക്കാം, 2 ആക്കാം. ഇപ്പോൾ ധാരാളം ഉണ്ടെങ്കിൽ ഇതൊരു വലിയ കിറ്റായിരുന്നെങ്കിൽ ഇത് 2 or 3 ആക്കാം. അവിടെ നമുക്ക് കൃത്യമായ അളവ് വേണമെന്നില്ല. അതുപോലെ തന്നെ ഫക്കീർ, ഈ ഫക്കീറിൻ്റെ അത് എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ ഇത് ഫക്കീറിന് കൊണ്ടുകൊടുക്കുക, അതുപോലെ ഒരാൾക്ക് ഒരെണ്ണം കൊടുക്കാനല്ലോ കാണത്തുള്ളൂ. ഇത് വേണമെങ്കിൽ നമുക്ക് 2 ആക്കാം, 2 or 3 ഒക്കെ ആക്കാം. അങ്ങനെ ഒരു അവകാശികൾപ്പെട്ട ഒരു 3 or 4 പേർക്കെങ്കിലും ഓരോരുത്തരുടെയും നിന്നും എത്തത്തക്ക രീതിയിൽ ഇതേപോലെ എല്ലാം കൂടെ ഒരു പാത്രത്തിലിട്ട് അല്ലെങ്കിൽ പേപ്പറിലിട്ട് മിക്സ് ചെയ്ത് ഓരോന്നും മാറ്റി, അത് തന്നെ ആ മാറ്റുമ്പോൾ ഫക്കീറിനും മിസ്കീനും അതുപോലെ തന്നെ കടം കൊണ്ട് വലഞ്ഞവനും മാറ്റുമ്പോൾ അത് കൃത്യമായി ഓഹരിക്കണം. ഇനി ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്തില്ല, ഫക്കീറിന് നമുക്ക് 2 ഫക്കീറിന് കൊടുക്കുമ്പം ഒരാൾക്ക് 2.5 കിലോ ഒരാൾക്ക് 1.5 കിലോ കൊടുക്കുന്നതിന് കുഴപ്പമില്ല, അതൊന്നും വിഷയമല്ല. പക്ഷേ ഇങ്ങനെ ഓഹരിക്കുമ്പോൾ അത് കൃത്യമായിരിക്കണം. ഫക്കീറിന് കൊടുക്കുന്നതും മിസ്കീന് കൊടുക്കുന്നതും പിന്നെ കടം കൊണ്ട് വലഞ്ഞവനും നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അത് കൃത്യമായി ഡിവൈഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഇത് 1, 2, 3 പേർക്ക് അതിൻ്റെ ഉള്ളതനുസരിച്ച് നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെയാണ് അതിൻ്റെ പൂർണ്ണമായ രൂപം. അപ്പോഴും പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ്, പുറപ്പെടുന്നതിന് മുമ്പ് ഇത് അവകാശികൾക്ക് എത്തിച്ച് എല്ലാവരിലും അന്നം എത്തിക്കുക. ഇത് ലോകത്തിൻ്റെ സമത്വത്തിനും സമാധാനത്തിനും ഉപകരിക്കുന്ന ഒരു അമലാണ്. നമ്മുടെ നോമ്പ് അതിൻ്റെ കുറ്റങ്ങളും കുറവുകളും പരിഹരിക്കുന്ന, നിസ്കാരത്തിൽ സുജൂദ് ചെയ്യുന്ന ആ ഒരു പരിഹാരക്രിയയാണ് ഈ ഫിത്ർ സക്കാത്ത്. അതുകൊണ്ട് അത് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ നാട്ടിലെ ഏകദേശം എല്ലാ ആളുകൾക്കും അതിനുള്ള ഒരു കഴിവുണ്ട്. അതുകൊണ്ട് അതെല്ലാവരും കൃത്യമായി എത്തിക്കുക. ഇതിൻ്റെ നീയത്ത്, ഇതെൻ്റെ ഫിത്ർ സക്കാത്താകുന്നു, ഇത് നമ്മൾ ഓഹരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കൊടുക്കുന്ന സമയത്തോ ഇതെൻ്റെ മകൻ്റെ ഫിത്ർ സക്കാത്താകുന്നു, അല്ലെങ്കിൽ എൻ്റെയും എൻ്റെ ആശ്രിതരുടെയും ഫിത്ർ സക്കാത്താകുന്നു എന്ന നിലയിൽ നിയത്ത് ചെയ്ത് ഇത് നമുക്ക് നേരിട്ട് കൊണ്ടെത്തിക്കാം. അല്ലെങ്കിൽ വിശ്വാസമുള്ള ഒരാളെ ഇത് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കാം. ആ രീതിയിലാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചെയ്തു വരുന്നത്. ഇസ്ലാമിക ഭരണാധികാരികളെ ഏൽപ്പിക്കുന്ന രീതിയുണ്ട്. അതിവിടെ ഇസ്ലാമിക ഭരണമല്ലാത്തതുകൊണ്ട് നമ്മൾ അതിലേക്ക് ചിന്തിക്കുന്ന കാര്യമില്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നല്ല നിലയ്ക്ക് അമൽ ചെയ്യാനും ഇബാദത്ത് ചെയ്യാനും തൗഫീഖ് നൽകുമാറാകട്ടെ. സന്തോഷമുള്ള ഒരു പെരുന്നാൾ സുദിനം നമ്മളിലേക്ക് അല്ലാഹു എത്തിച്ചേരുമാറാകട്ടെ. മദാർ മജ്ലിസിൽ നിങ്ങളെല്ലാവരും ഇതിൻ്റെ സ്ഥിരമുള്ള വീഡിയോകൾ കാണുകയും ലൈവിൽ വരികയും ഇത് പ്രചരിപ്പിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.